നമസ്കാരം, എല്ലാവർക്കും എം സി ക്യാബ്സ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതും മറ്റേ ട്രിപ്പ് ഓൺലൈൻ ക്യാബ്സിനെ കുറിച്ചുള്ള എൻ്റെ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന യൂട്യൂബ് ചാനലാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലും. അപ്പോൾ ഇതിൽ ഡെയിലി എനിക്ക് കിട്ടുന്ന റവന്യൂവും പിന്നെ മറ്റ് വരുമാന സ്രോതസ്സുകളും അതാണ് കാണിക്കുന്നത്. പിന്നെ അതിനിടയിലുണ്ടാകുന്ന നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന പല പല മെയിൻ്റനൻസും പിന്നെ വണ്ടികൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അതൊക്കെയാണ് ഇതിലൂടെ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കുന്നത്. എന്തെങ്കിലും എൻ്റെ സ്പീച്ചിൽ എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു മീൻസ് ക്യാമറയിൽ പറയാനുള്ള ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ശീലം ഇല്ലാതിരുന്നതുകൊണ്ടാവാം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലൊന്ന് ചെയ്യണം എന്തൊക്കെയെന്ന്, അതായത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം നോക്കുമ്പോൾ സമയം 8:30 അപ്പോൾ നമുക്ക് നല്ലപോലെ ലൈറ്റായിട്ടുണ്ട്. അതായത് 4:30 എഴുന്നേറ്റാണ് രാവിലെ. അപ്പോൾ കുളിച്ച് റെഡിയായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ ഏകദേശം കൂടിപ്പോയ എങ്ങനെ പോയാലും 7 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇന്ന് 16-ാം തീയതിയാണ്. അതായത് ജൂലൈ 16-ാം തീയതി മലയാള മാസം കർക്കിടകം ഒന്നും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ മീൻസ് വണ്ടി ഇന്നലെ തിങ്കളാഴ്ച നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ചെളി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെളിയെല്ലാം മാറ്റി ഇപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കടുങ്ങല്ലൂരാണ്, ആലുവ. പകുതി മുക്കാലും ഡ്രൈവർമാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ആപ്പെല്ലാം ഓണാക്കാം. ആദ്യം നെറ്റ് ഓണാക്കട്ടെ. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം യൂബർ ഓൺ ചെയ്യാം. യൂബർ ഓൺ ചെയ്തിട്ട് എങ്ങനെയാണെന്നാകും യൂബറിൽ തന്നെയായിരിക്കും ആദ്യത്തെ ട്രിപ്പ് അടിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് യൂബറാണ്. ക്വിക്ക് റൈഡിലുണ്ട്. മെസ്സേജ് വന്നിട്ടുണ്ട്, നോക്കട്ടെ. മെസ്സേജിൽ ഇത് ഞാൻ യൂബറിന് പേയ്മെൻറ്റ് കൊടുത്തതിൻ്റെ മെസ്സേജാണ്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂബർക്കോ. ഓക്കെ, ഇനി അടുത്തത് ഓല ക്യാബ്സ് ഓൺ ചെയ്യാം. ഓല ക്യാബ്സിൽ എനിക്ക് ഈ ശബ്ദമൊന്നും ഇഷ്ടപ്പെടാത്തത്, വല്ലാത്ത ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇത് ഓണായിട്ടുണ്ട്. വീണ്ടും വന്ന് ഇതിനകത്ത് വല്ല പേയ്മെൻറ്റും കൊടുക്കാനുണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഞാൻ പേയ്മെൻറ്റൊക്കെ അന്ന് തന്നെ ഇത് ചെയ്യും, സെറ്റിൽ ചെയ്തിട്ടാണ് കയറുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്തെങ്കിലും കാര്യത്തിന് കാശ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇത് പേയ്മെൻറ്റ് അടയ്ക്കാതെ നമുക്ക് ക്യാഷ് ട്രിപ്പൊന്നും കിട്ടത്തില്ല. ഏറ്റവും കൂടുതൽ ക്യാഷ് ട്രിപ്പുകളാണ് വന്നത്. അപ്പോൾ അത് വല്ലാത്ത ബുദ്ധിമുട്ടാവും. ഇത് പിന്നെ കയറുമ്പോൾ ഇത് പിന്നെ പ്രത്യേകം ഓൺലൈൻ ആക്കേണ്ട ആവശ്യമില്ല.
ഓട്ടോമാറ്റിക്കലി ഓൺലൈൻ ആയിക്കോളും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. ഓക്കെ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി ട്രിപ്പ് എപ്പോൾ അടിക്കും എന്ന് മാത്രം. 8:35 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7:30 1 മണിക്കൂർ മുമ്പേ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ വണ്ടി വണ്ടി കുളിപ്പിച്ച് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, വണ്ടി വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് ഈ സമയമായി. ഇന്നലെ തിങ്കളാഴ്ച ഞാൻ ട്രിപ്പിന് പോയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ മഴ മാറിയ ടൈം നോക്കി തന്നെ ഞാൻ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. ബോണറ്റും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വന്നിട്ടാണ് ഭയങ്കര ഇതായിരിക്കും. കാരണം ഇന്ന് അവർക്കൊരു വിചാരം ഉണ്ടാവും, എന്തിട്ടാണ് വണ്ടി മര്യാദക്ക് നോക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് പോയി ആളെ പിക്ക് ചെയ്യാം. ഹൈവേ കാർ സ്പാ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ കിട്ടിയ ഓട്ടത്തിൻ്റെ റേറ്റാണ് 108 രൂപ കിട്ടിയിട്ടുണ്ട്. ലോക്കലായിരുന്നു കേട്ടോ. അതായത് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്ര ഉണ്ടായുള്ളൂ. 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്നായിരുന്നാലും നമുക്ക് ലാഭമാണ്. 108 രൂപ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണേണ്. ഈ കട തുറക്കണ വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്തിനാണ് കട തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുത്ത് മാറ്റണം. കാരണം വെച്ചാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുതല്ലോ നമ്മൾ കാരണം. കാരണം വെച്ചാൽ ഞാനും പണ്ട് കട നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നു നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും കസ്റ്റമറെയും കൊണ്ട് പോകാൻ നേരത്ത് കസ്റ്റമർ മെയിനായിട്ട് നോക്കുന്നത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്ന നോക്കിയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഏതെങ്കിലും കടയുടെ മുന്നിൽ മീൻസ് അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുന്നിൽ നിർത്തിയിടുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെയും കുഴപ്പമില്ല. കാരണം വെച്ചാൽ അടച്ചിട്ടൊക്കെയാണ്. തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നിൽക്കാതെ നേരെ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ, മീൻസ് കുറച്ചുകൂടെ ഒരു തണൽ കിട്ടണ സ്ഥലം നോക്കി. ഈ മഴ സമയത്ത് മരത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിടുന്നതും ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഒന്നാമത്തെ കേസ് അതിനകത്തുനിന്ന് ഇലകളൊക്കെ വീഴും. രണ്ടാമത്തെ കേസ് നല്ല കാറ്റുണ്ടായിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അത് ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, മറ്റേ വെയിലുള്ള സമയത്ത് എല്ലാവരും ഇതിൻ്റെ അടിയിലായിരിക്കും, മറ്റേ സിയാലിൻ്റെ സൈഡിലുള്ള മരത്തിൻ്റെ ഒക്കെ അടിയിലായിരിക്കുള്ളൂ. നല്ല മഴ വീണ സമയത്ത് എല്ലാവരും കൂടെ വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത മറ്റേ സിയാലിൻ്റെ മുമ്പിലുള്ള ആ സോളാർ പാടത്തിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഒറ്റ നിപ്പാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ചെറിയൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് വേണം. അതാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് നമ്മൾ ക്വിക്ക് റൈഡിലും കൂടെ വണ്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മറ്റേ മെയിനായിട്ട് അതിനകത്ത് ഷെഡ്യൂൾ ട്രിപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് രാവിലെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചി എയർപോർട്ടിൽ നിന്ന്. പക്ഷെ അത് അവിടെ ഓൾറെഡി എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റേ ടോക്കൺ അനുസരിച്ച് കൊടുക്കണം. ആരും എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് പുറത്തുള്ള ആൾക്ക് കൊടുക്കണത്. അപ്പോൾ അപ്പം തന്നെ കയറി വന്ന ആൾക്ക് കൊടുക്കണം. പക്ഷേ ഇത് ഔട്ട് സ്റ്റേഷൻ ട്രിപ്പാണ്. പക്ഷെ കിലോമീറ്ററും തന്നിരിക്കുന്ന പ്രൈസ് നോക്കുമ്പോൾ അത് വലിയ ലാഭമുള്ളതായിട്ട് കാണില്ല. കാരണം വെച്ചാൽ സെഡാൻ വണ്ടിയാണ്. ഇപ്പോൾ എന്തിട്ടാണ് 74 കിലോമീറ്റർ 1700 രൂപയാണ്. അതും പാലേലം കണ്ടാണ് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യേണ്ടത്. കണ്ടിട്ട് ലാഭകരമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഔട്ട് സ്റ്റേഷൻ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ പോലും എന്തിട്ടാണ് മിനിമം നമുക്കൊരു വൺ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 25 കിലോമീറ്റർ 25 അല്ലെങ്കിൽ 24 കിലോമീറ്റർ എങ്കിലും മിനിമം കിട്ടണം നമുക്ക്. അതിലും താഴ്ന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നോക്കാറില്ല. പിന്നെ ഈ ഊബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രയോറിറ്റി പോവും.
പിന്നെ യൂബറിലാകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ട്രിപ്പ് കിട്ടുന്നൊരു വിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മിനിമം യൂബറിൻ്റെ അക്കൗണ്ടെങ്കിലും ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഇതായതുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റണമുണ്ട്. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓലയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് മീൻസ് ഒരു ചങ്ങനാശ്ശേരി ആ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഓല ക്യാബ് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നോ സർവ് ദിസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂബറിൽ ഏതോട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഒരു ഇത് ആവശ്യമുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് റിട്ടേൺ ബുക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിച്ച് പോയി എടുക്കാനും പറ്റത്തില്ല. കാരണം വെച്ചാൽ ചിലവർ പണി തരാൻ വേണ്ടി മാത്രം ബുക്കിങ് ചെയ്യണവരുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ എടുക്കേണ്ടി വരും ഈ ഹൗസ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് വെയിറ്റിങ് വീണ്ടും തുടരാം. മഴ മാറി വെയിലിലേക്ക് കിടക്കുകയാണ് ഇവിടെയൊക്കെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് മുപ്പത്തടുത്താണ്. ഇപ്പോൾ ഞാൻ നിന്ന ലൊക്കേഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 2 കിലോമീറ്റർ ഉള്ളൂ മുപ്പത്തടം വരെ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാ ആപ്പും ഓണാണ് ഓൾറെഡി. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ എന്തിട്ടാണ് ഇവിടെ വെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതെ, വെയിൽ മാറി നല്ല കട്ട മഴയ്ക്കുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോഴേ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കണ്ടിട്ട് മഴയാവാനാണ് സാധ്യത. ആ ചേട്ടൻ പടത കൊടുക്കാനായിട്ടിട്ട് അത് ഇപ്പം തന്നെ വീണ്ടും എടുത്ത് മാറ്റിയിട്ട് വന്നു. കണ്ടില്ലേ? ഇതിപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പരിചയപ്പെടുത്താം. ഈ ഡ്രൈവർമാർ, അതായത് യൂബർ ഓടിക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ ഇപ്പോൾ പകുതിയും CNGയിലാണ്. അപ്പോൾ എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ CNG കിട്ടുക ഇന്ത്യൻ ഓയിലും HP അവിടേക്കുള്ള ഏറ്റവും കൂടുതൽ CNG കിട്ടുക. മറ്റേ അതായത് ഓരോ പമ്പ് കമ്പനിയും നമുക്ക് ഈ റിവാർഡിനായിട്ടുള്ളൊരു ഓപ്ഷൻ വെക്കണ കാര്യം അറിയാമല്ലോ. അപ്പം ഞാനും അതുപോലെ ഒരു കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞാൻ 500 രൂപ വാലറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹാപ്പി കോയിൻസ് ആണെങ്കിൽ 312 ഹാപ്പി കോയിൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഈ മാസം ഞാൻ ഇതിൽ നിന്ന് ഡീസൽ അടിച്ചിട്ടുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു ചെറിയൊരു പ്രാണി കയറിയിട്ട് അത് പിടിക്കാനായിട്ട് നോക്കിയതാണ്. നമുക്കെപ്പോഴും HP പമ്പിൽ നിന്ന് മാത്രം അടിച്ചാലാണ് ഇത്. അത് HP പമ്പിൽ സ്പെഷ്യലി QR കോഡ് ഉണ്ട്. HP കമ്പനി തന്നെ കൊടുത്തേക്കണ QR കോഡ്. അല്ലാതെ PayTM അതുപോലത്തെ ആപ്പിൽ നിന്നൊന്നും സ്കാൻ ചെയ്ത് അടിക്കരുത്. അതിൽ നിന്ന് മറ്റേ അവരുടെ QR കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എന്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നമ്മൾ മറ്റേ അതിനകത്ത് ചോദിക്കും മറ്റേ എന്തോന്ന് അടിക്കണത്, ഇപ്പോൾ ഡീസൽ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ വാലറ്റാണോ ക്രെഡിറ്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് വാലറ്റ് വഴി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം ചെയ്തു. ഒരു മാസത്തോളം ഒരു മാസത്തിൽ ഏകദേശം 10-20 പ്രാവശ്യം കാണും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഫുൾ ടൈം അടിക്കാൻ പറ്റത്തില്ല. മറ്റേ ഒരു ദിവസം ഫുൾ അടിക്കുന്ന ഡീസൽ മുഴുവൻ ഞാൻ 500 വെച്ചാണ് അടിക്കുന്നത് എപ്പോഴും, ഈ ഓട്ടത്തിൻ്റെ ഗതി അനുസരിച്ച്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറെ കൊണ്ട് പോണ സമയത്ത് ഈ HP പമ്പ് സാധാരണ പോലെയല്ല, വളരെ കുറവാണ്. കൊച്ചി സിറ്റിയിൽ പോകുന്ന സ്ഥലത്തെല്ലാം കാണുന്നത് ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം അങ്ങനെ ആയിരിക്കുള്ളൂ. അപൂർവമാണ് കിട്ടുന്നത് ഈ HP പമ്പ്. അത് മാത്രമല്ല നമ്മൾ ഡീസൽ എൻ്റെ വണ്ടി ഡീസലാണ്. അപ്പോൾ ഡീസൽ തീരാറായ സമയത്ത് നമുക്ക് എന്തുകൊണ്ട് HP പമ്പിൽ നിന്ന് മാത്രം അടിക്കാൻ പറ്റുള്ളൂ, റിവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ അടിക്കാനുള്ള ക്യാഷായിട്ട് കുറച്ച് കയ്യിൽ വെക്കും. 500 രൂപ റീചാർജിൽ മാത്രമായിട്ട് ഈ വാലറ്റിലിടും. അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും പമ്പ് ഉണ്ടെങ്കിൽ പമ്പ് കയറി ഡീസൽ അടിച്ചിട്ട് പോകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഈ എല്ലാം കഴിഞ്ഞ് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് മറ്റേ ഈ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യണ ഒരു സമയമുണ്ടല്ലോ, ഒരു പ്രൊസീഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് പ്രൊസീഡ് എന്ന് പറഞ്ഞ് ഞെക്കി കഴിഞ്ഞാൽ ആ ഒറ്റ സെക്കൻഡ് മതി.
കൂടി പോയ 1-2 സെക്കൻഡ് കൊണ്ട് ഇത് നമ്മുടെ വാലറ്റിലെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടാവും. നമുക്ക് അപ്പം തന്നെ മെസ്സേജ് ഒരു 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് മെസ്സേജ് വരും, അവരുടെ കയ്യിലും മെസ്സേജ് വരും. സംഭവം സിമ്പിൾ. നമുക്ക് ഗൂഗിൾ പേ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് HDB പേ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പിന്നെ എന്താ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം നമുക്ക് 15,000 രൂപയുടെ ഡീസലോ പെട്രോളോ എന്ത് സാധനമാണെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ. CNG വരെ ആണെങ്കിൽ പോലും 15,000 രൂപ വരെ കിട്ടത്തുള്ളൂ. അത് ലിമിറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അക്കൗണ്ടാണത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് വ്യൂ ലിമിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ മാസം ഉപയോഗിക്കാനുള്ളത് 15,000. ഒരു ദിവസത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 5,000. കണ്ടില്ലേ, അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറി ഈ കാറിൻ്റെ ചിഹ്നം കയറി പോകും. അതേപോലെ തന്നെ ഇതേ ഓപ്ഷൻ നമുക്ക് ഇതിൽ ലഭ്യമാണ്. എന്താണ്, ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ സിമ്പിളായിട്ട് തോന്നിയത് HPയുടെ ആപ്പാണ്. കാരണം ഇന്ത്യൻ ഓയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഓയിൽ നമ്മൾ ഇതിനകത്ത് ഫോണിലും ചെയ്യണം, അതേപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റ് മെഷീനിലും ചെയ്യണം. അത് ഭയങ്കര ചടങ്ങായിട്ട്, അതായത് കസ്റ്റമറേയും കൊണ്ട് പോകുമ്പോൾ അത് വല്ലാത്ത ചടങ്ങാണ്. നമുക്ക് ഏകദേശം 5 മിനിറ്റോളം നമ്മുടെ ടൈം പോകും, കസ്റ്റമറുടെ ടൈം പോകും. പിന്നെ ഭാരത് പെട്രോളിയത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ റീചാർജ്, പക്ഷേ ഇന്ത്യൻ ഓയിൽ വേറെ ഇതുണ്ട്. 5 മിനിറ്റ് നമ്മളിപ്പോൾ നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല, മറ്റേ കസ്റ്റമറില്ല, ഫ്രീ ആണ്. ഡീസൽ CNG അടിക്കാം എന്ന് വിചാരിച്ച് പോകണമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ചെയ്യാം. പോസ്റ്റ് മെഷീൻ, അവരുടെ ഇതിനകത്ത് പോസ്റ്റ് മെഷീൻ മറ്റു കാര്യങ്ങളൊക്കെ റിവാർഡ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ റിവാർഡ് കളക്ട് ചെയ്ത് നമുക്ക് ഒരു 500. ഓക്കെ, ഞാൻ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. ഭാഗ്യം പടമുകളാണ്, സിറ്റിയിലേക്കാണ്. അപ്പോൾ എടുക്കണേ. ഓക്കെ, മുതുകാട് പകുതി നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ളൂ. വെരി ഗുഡ്. അപ്പോൾ ട്രിപ്പ് എടുക്കാൻ പോട്ടെ. ശരി. അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കസ്റ്റമറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പിന്നെ നല്ല മഴയുണ്ട്. അപ്പോൾ കസ്റ്റമർ ഇറങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഇതിനകത്ത് കാണിച്ചേക്കുന്ന ലൊക്കേഷൻ അമ്പലത്തിൻ്റെ ലൊക്കേഷനായിരുന്നു, മുതുകാട് ദേവിറ്റമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ പിന്നീട് ഇതിനകത്ത് ലൈവ് ലൊക്കേഷനിൽ ചെറിയ മാറ്റം കണ്ടപ്പോഴാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മുതുകാട് ദേവി ടെമ്പിൾ ലൊക്കേഷൻ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് വീടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പണി കിട്ടിയേക്കുന്നത്. ബുക്ക് ചെയ്തപ്പോൾ ലൊക്കേഷൻ മാറിപ്പോയത്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ എത്തി, ചെറായി എത്തി. ചെറായിന്ന് പറവൂർക്ക് പോണ വഴിയാണ് ഇപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് അടിച്ചത് അയ്യമ്പള്ളിയിൽ നിന്നാണ്. സോറി, നമ്മുടെ എടപ്പള്ളിയിൽ നിന്നാണ് അടിച്ചത്. എടപ്പള്ളിയിൽ നിന്ന് അയ്യമ്പള്ളിയിലേക്കായിരുന്നു ഡ്രോപ്പ്. മുപ്പത്തറത്തെ ആദ്യം കാണിച്ച ട്രിപ്പ് എടുത്തതിന് ശേഷം രണ്ടാമതൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായല്ലോ. അതിന് ശേഷം മൊത്തം 2 ട്രിപ്പ് വേറെ കിട്ടിയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ ഇപ്പോൾ അത് 884 രൂപ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണി ആയിട്ടില്ല, 11:50. ഇനി ഇവിടുന്ന് എങ്ങനെ ട്രിപ്പ് അടിക്കണേന്ന് അറിയത്തില്ല. ഇവിടെ ഇത്തിരി ശോകം ഏരിയയാണ്. ചെറായി പറവൂർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തിരി ശോകമാണ്. നോക്കാം എങ്ങനെയെന്ന്. ഇപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അയ്യമ്പള്ളിയിലേക്കാണ് ട്രിപ്പ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ പറ്റിയ സ്ഥലമൊന്നും ഇല്ല താനും. സ്ഥലം ഉണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും അടുത്ത് എന്തെങ്കിലും കടകളോ ബിൽഡിങ്ങോ വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ ഞാൻ അയ്യമ്പള്ളിയിലേക്ക് പോണ വഴി ഈ സ്ഥലം സ്കെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പാർക്കിങ് നോക്കിയിട്ട്. കറക്റ്റ് ഇപ്പം ഞാൻ 2 ലോറികളുടെ ഇടയിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. നമുക്ക്
ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ ഞാനൊരു സ്ഥലം നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ആ സ്ഥലം പ്ലാനിങ് ഉണ്ടായിരുന്നു. അയ്യമ്പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ ഞാൻ ഏകദേശം മറ്റേ ഒരു 6 മാസം മുമ്പ് വരുമ്പോൾ അവിടെയൊക്കെ നല്ല പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ മൊത്തം പുല്ല് പിടിച്ച് കാട് കയറി കിടക്കുന്നു. എന്ത് മറ്റേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പള്ളിക്കാരെങ്കിലും ഒന്ന് നോക്കി ഇതാക്കണ്ടേ. വല്ല പാമ്പൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല. അത്രയ്ക്കും നല്ല പുല്ല് കയറി കിടക്കുകയാണ്. അപ്പോൾ എന്തുട്ടാണ് ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം. 417 രൂപയാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പിൽ നമുക്ക് കിട്ടിയത്. അതിന് അത് എടപ്പള്ളിയിൽ നിന്ന് മരോട്ടിച്ചോടയിൽ നിന്ന് അയ്യമ്പള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ പടമുകളിൽ നിന്ന് എടപ്പള്ളി. അത് ലോക്കലായിരുന്നു. ഒരു 2-3 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. 3 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. 124 രൂപ, അല്ല 124 രൂപ അത് കിട്ടി. അപ്പോൾ 12. അപ്പോൾ കിലോമീറ്റർ 40 രൂപ വെച്ച് കിട്ടിയത്. പിന്നെ അല്ല അത് കാര്യമില്ല. നമ്മൾ അവസാനം വൈകുന്നേരം ഓടി കഴിയുമ്പോഴത്തേക്ക് എത്ര ടോട്ടൽ കിലോമീറ്റർ കണക്ക് കൂട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ കിലോമീറ്ററിന് 18 രൂപയൊക്കെ വെച്ചായിരിക്കും കിട്ടിയേക്കുക. ചില സമയത്ത് 12-24 ഉണ്ടാവുള്ളൂ. അല്ല 12 അല്ലെങ്കിൽ 13 ഉണ്ടാവുള്ളൂ ചില സമയത്ത്. ഈ നമ്മൾ ഡ്രോപ്പ് ചെയ്യണ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയോ അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് പിക്കപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ രാവിലെ എടുത്ത് കടുങ്ങല്ലൂരിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 7.23 പൈസ, 7 രൂപ 21 പൈസ മിസ് അഡ്ജസ്റ്റ്മെൻറ്റാ. ഏതോ 7 രൂപ 21 പൈസ എൻ്റെ കയ്യിലേക്ക് റിട്ടേൺ കയറിയിട്ടുണ്ട്. അതെന്തിനാന്നാവോ. ഓക്കെ ശരി. ഇതാരാ വിളിക്കണേ? കണ്ടക്ടറിൻ്റെ വൈഫ് ആവാനാണോ സാധ്യത? വെരി ഗുഡ്, എൻ്റെ വൈഫാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് ബാക്കി പിന്നീട് പറയാം. ഇതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എനിക്ക് പണിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴും ഞാൻ ആ സെയിം സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യണേണ്. ചെറായിന്ന് പോന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറോളം ആവാറായിട്ടുണ്ട്. 1:21 ഇതുവരെയായിട്ടും ട്രിപ്പ് അടിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ട്രിപ്പ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. എന്നാലും നോക്കാം. എന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കണുള്ളൂ. വേറെ മൂവിങ് ഒന്നുമില്ല. ഇനി മൂവ് ചെയ്ത് കഴിയുമ്പോൾ പോരാത്തന്നെ ചെറായി ബീച്ച് അടുത്തുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നത്. റിസോർട്ടിൽ ആരെങ്കിലുമൊക്കെ ട്രിപ്പ് ബുക്ക് ചെയ്താൽ പിന്നെ അവിടുന്ന് വീണ്ടും റിട്ടേൺ വരേണ്ടി വരും പറവൂരിൽ നിന്ന്. ഇവിടെ തൊട്ടടുത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ചില സമയത്ത് ഇവർ തൊട്ടടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ദൂരം വെയിറ്റ് ചെയ്ത് നിൽക്കണ നേരത്തെ വെയിറ്റ് ചെയ്ത ആൾക്കാരെ കൊണ്ട് ട്രിപ്പ് എടുപ്പിക്കും. അപ്പോൾ ഞാൻ നേരത്തെ എന്തിട്ടാണ് വിളിച്ചതെൻ്റെ വൈഫായിരുന്നു. അപ്പോൾ ആളെ വിളിച്ച് കഴിയാറായപ്പോൾ എനിക്ക് നല്ല ഉറക്കക്ഷീണം വന്നു. കാരണം വെച്ചാൽ ഇന്നലെ 12 മണിക്കാണ് കിടന്നുറങ്ങിയത്. ഇന്നലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഉറങ്ങി. ഞാനാണെങ്കിൽ 4 മണിക്ക് അലാറം വെച്ച്, 5 മണിക്ക് അലാറം വെച്ച്, 5 മണിക്കാണ് അലാറം വെച്ച്. 5 മണിക്ക് അലാറം വെച്ച് 5:30 ആയപ്പോഴത്തേക്കാണ് ഒന്ന് സ്റ്റാർട്ടിങ് ആയത്. കാരണം വെച്ചാൽ 5 മണിക്ക് അലാറം വെച്ചാൽ ഒന്ന് മയങ്ങി ഇതാക്കി വരുമ്പോൾ എല്ലാം ഇതാക്കി ഒന്ന് ഫ്രഷായി കയറി വരുമ്പോഴത്തേക്ക് 5:30 ആവും. അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി കുറച്ച് നേരത്തല്ല, അത്യാവശ്യം നല്ല സമയത്തേക്ക് ഉറങ്ങിപ്പോയി. അപ്പോൾ എഴുന്നേറ്റ് അപ്പോൾ പിന്നീട് വീണ്ടും വൈഫ് വിളിച്ചിട്ടുണ്ടായി. 1 മണി 1:10 ആയപ്പോഴത്തേക്കും വിളിച്ചിട്ടുണ്ടായി. അപ്പോഴാണ് 1 മണി കഴിഞ്ഞ കാര്യം അറിയുന്നത്. ആൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് അത്ര സമയമല്ലേ, ഇത്ര നേരമായിട്ട് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല. ഇപ്പോൾ കൊച്ചിയിലായിരുന്നെങ്കിൽ
കൊച്ചിയിൽ എങ്ങനെയെന്ന് അറിയാൻ പറഞ്ഞോളൂ. പോലത്തെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് എങ്ങനെയൊന്നും ഒരു പിടിയില്ല. ഞാനപ്പോൾ പതിയെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയാണ്. ഞാൻ എന്തുട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. കാരണം വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ഒന്നാമത്തെ നമ്മൾ ഡ്രൈവർമാരായതുകൊണ്ട് അതൊരു റിസ്ക്കാണ്. കാരണം എല്ലാ ഹോട്ടലിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ല, പല സ്ഥലങ്ങളിലൊക്കെയല്ല പോകണം. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ചോറ് വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് മീൻസ് ടിഫിൻ ബോക്സിൽ റെഡിയാക്കി കൊണ്ടുവരും, വണ്ടിയിൽ നിന്ന് കഴിക്കും. എന്ന് വെച്ച് മറ്റേ ഇതൊന്നും അല്ല കേട്ടോ, മറ്റേ പരമാവധി മീൻകറികൾ ഒഴിവാക്കും. അതായത് നല്ല മണം തന്നെ വണ്ടിക്കകത്ത് മണം നിൽക്കണ സാധനങ്ങളൊക്കെ ഒഴിവാക്കും. പരമാവധി വെജിറ്റബിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്നാലും ചില സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ വണ്ടിക്കകത്ത് എയർ ഫ്രഷ്നറൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് 2 സ്പ്രേ അടിക്കും. അപ്പോഴത്തേക്ക് മണമെല്ലാം നോർമലാവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുട്ടാണ് വണ്ടിക്കകത്ത് ട്രിപ്പ് കിട്ടണവരെ ജസ്റ്റ് ഒരു മൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് എന്തുട്ടാണ് ഇനി ഓഫ്ലൈനിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ ഓഫ്ലൈനിൽ പോണേക്കുമ്പോൾ ആരെങ്കിലും അടിക്കുമെന്നാവോ. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കടലക്കറിയും ബീൻസ് തോരനുമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കണ കാറിൽ ഉപയോഗിക്കണ സ്പ്രേ ആണ്, ഗ്യാസ് ഇല്ലാത്തത്, പകുതി ലിക്വിഡാണ്. അപ്പോൾ ഇതും കൊണ്ട് ഒരു 2 പൂശിയാൽ മതി. ആവുമ്പോൾ ഇത് എന്തുട്ടാണ് ഇതിനകത്ത് ഒരു വെള്ള ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം ബോണറ്റിലേക്ക് അടിക്കാറില്ല, മറ്റേ മേളിൽ ഇതുപോലെ അടിക്കാറുള്ളൂ. ഓക്കെ, കഴിഞ്ഞ് 2 പ്രാവശ്യം അടിച്ചാൽ മതി. രാവിലെ അടിച്ചതുകൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ മണം റെഡിയായിട്ട് സെറ്റായുണ്ട്. ഞാൻ മറ്റേ ക്വിക്ക് റൈഡ് ഓൺ ചെയ്തിട്ടേക്കണായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഷെഡ്യൂൾ ട്രിപ്പ് ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രിപ്പ് വന്നാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പെട്ടെന്ന് ടൈം നോക്കിയിട്ട് അസെപ്റ്റ് ചെയ്യാൻ പറ്റുക, മീൻസ് അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അസെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നോല ക്യാബ് ഓൺ ചെയ്യാം. ക്വിക്ക് റൈഡ് ഓൺ ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ്, അത് ഓൾറെഡി ഓണാണ്. മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മെസ്സേജാണ് വന്നേക്കണേന്ന് നോക്കട്ടെ ആദ്യം. യൂബറിൻ്റെ കമ്മീഷനെ കുറിച്ച് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വല്ല പറയും. ട്രിപ്പിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് വയ്ക്കാൻ വളരെ ശോകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റിംഗ്. ഓക്കെ, ഇനി ട്രിപ്പ് കിട്ടുമ്പോൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇപ്പോൾ 2:30 മണിയാവാറായി. 2:30 മണി കഴിഞ്ഞ്. ഇപ്പോൾ വെയിലും ആയി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വിറക്കത്തുള്ളൂ, പിന്നെ AC ഇടേണ്ടി വരും. അപ്പോൾ പതിയെ ഇങ്ങോട്ടേക്ക് നമ്മുടെ പറവൂർ സൈഡിലേക്ക് പോകണേണ്. കണ്ടില്ലേ, നല്ല വെയിലായി വരുന്നുണ്ട് ഇവിടെയൊക്കെ. ഇത്ര നേരം വരെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പം ഇങ്ങനെ. അപ്പോൾ നേരെ പറവൂർ സൈഡിലേക്ക് മൂവ് ചെയ്യണതാണ്. ഇനി അവിടെ ചെന്നിട്ട് കിട്ടിയാൽ നന്നായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് മാറി. ഇപ്പോൾ പെരുവാരം അമ്പലത്തിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ ടർഫ് ആ ഭാഗത്താണ്, പെരുവാരം ഭാഗത്ത്. ഇങ്ങോട്ട് വന്ന സമയത്ത് മറ്റേ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ KMK ജംഗ്ഷനാന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ട്രിപ്പ് കയറി വന്ന് മറ്റേ, പക്ഷെ അത് ഇങ്ങോട്ടേക്കാണ് കണ്ടിട്ട് നമുക്ക് അത് മറ്റേ
കുറച്ചങ്ങോട്ട് മാറിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. മീൻസ് നമ്മുടെ മുനമംഗവല ഗുരുവായൂർ റൂട്ട്, ആ റൂട്ട് ഏതോ ഉള്ളിലേക്കുള്ള സ്ഥലമായിരുന്നു. ഞാനപ്പോൾ ശരി വന്ന സ്ഥിതിക്ക് എടുത്തതാണ്. പക്ഷേ ഭാഗ്യത്തിന് അവർ ക്യാൻസൽ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ അവിടെ ഒരു സ്ഥലത്തും പാർക്കിങ്ങിന് സ്ഥലമില്ല, ഇങ്ങോട്ടേക്ക് തന്നെ റിട്ടേൺ വരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കണു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ അധികം വെയിലുമില്ല, പാർക്കിങ്ങിന് ഇപ്പം സ്ഥലമുണ്ട്. ഇനി വീട്ടുകാരും ഒന്നും മാറ്റുമെന്ന് അറിയില്ല. കാരണം 2 വീടിൻ്റെ ഗേറ്റിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു ഗേറ്റ്. ഇനി വീട്ടുകാരൊന്ന് മാറ്റണം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറവൂര് വെയിറ്റ് ചെയ്തിട്ട് പെരുവാരത്തിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ട്രിപ്പ് കിട്ടിയായിരുന്നു, ആലുവ കുന്നത്തേരി ആ ഭാഗത്തേക്ക്. അപ്പോൾ 258 രൂപ ഫെയർ വേണ്ടിയിട്ടുണ്ട്. 3:15 എടുത്തത്. 3:15 ട്രിപ്പ് കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ കളക്ഷൻ ഇതുവരെ 1172 രൂപ. 4:03 2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് എന്തിട്ടാണ് 2 മണിക്കൂർ 2 ഇനി 4 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ 12 മണിക്കൂറായി ഞാൻ ഇറങ്ങിയിട്ട്. നമുക്ക് ഡ്രൈവിംഗ് ടൈം എത്ര ഉണ്ടെന്ന് നോക്കാം ഇനി. 10 മണിക്കൂർ ഇനിയുണ്ട്, 10.5 മണിക്കൂറോളം ഉണ്ട് ഡ്രൈവിംഗ് ടൈം. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് ഏതാ വന്നേന്ന് നോക്കാം. ഓക്കെ, എല്ലാം ക്വിക്ക് റൈഡ് ഓണാക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയെല്ലാം ഓണാക്കിയിട്ടേക്കാം. ഇനി നോക്കാം അടുത്ത ട്രിപ്പ് എങ്ങോട്ടേക്കാന്ന്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ ആലുവയിൽ നിന്ന് ട്രിപ്പ് അടിച്ചിട്ട് ഇവിടെ ചേരാൻ നല്ലൊരു സിഗ്നലിൻ്റെ അവിടെയുള്ള ടാറ്റയുടെ ഷോറൂമിൽ ആളെ ഇറക്കിയിട്ടുണ്ട്. 216 രൂപ ആലുവയിൽ നിന്ന് ഇവിടം വരെ. മീൻസ് നമ്മുടെ ആലുവയിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയാണ്. പൈപ്പ് ലൈൻ റോട്ടിൽ ആ ഭാഗത്തായിട്ടാണ്, നസ്രത്ത് റോഡ് ആ സെക്ഷനായിട്ട് വരും ഇത്. അപ്പോൾ നമുക്ക് 5:05 ആ ട്രിപ്പ് കിട്ടിയത്. അത് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്ത് ആലുവയിലേക്ക് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ട്രിപ്പ് കയറി വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്തു. കാരണം വെച്ചാൽ ചേരാൻ നല്ലൊരു, ഇനി ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും വീട്ടിലേക്കുള്ള ദൂരം രണ്ടും സെയിം തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് എടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം. എന്തായാലും 5:40 5:40 നമുക്കൊരു ട്രിപ്പ് കിട്ടണ്ടെന്ന് നോക്കാം. ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് അടിച്ച് അങ്ങോട്ടാന്ന് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് പോവാം, ട്രിപ്പ് എടുക്കാം. ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു 6 മണി വരെ നോക്കാം. ഒരു 6 മണി 6 കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. കാരണം വെച്ചാൽ നമ്മുടെ സർവീസ് റോട്ടിലാണ്. ഇവിടെ ഒന്നും ഒരു ഇതില്ല, ലൈറ്റുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ മെയിനായിട്ട് നിർത്തിയത് ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്താണ് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നീങ്ങി അപ്പുറത്തെ സൈഡ് ആ ഷോറൂമൊക്കെ ഉള്ള ആ ഭാഗത്ത് ഷോപ്പെല്ലാം അടച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. ഇല്ലെങ്കിൽ നേരെ ഹോം ഡെസ്റ്റിനേഷൻ വെച്ചുകൊണ്ട് ഹോമിലേക്ക് നീങ്ങാം. വല്ലാത്ത ടയർഡായിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് മര്യാദക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പിനായിട്ട്. ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം അടുത്ത ട്രിപ്പ്. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ ഒല ക്യാബിൽ അടിച്ചിട്ടുണ്ട്. ഒല ക്യാബിൽ മറ്റേ ഷോർട്ടായിട്ടാണ് അടിച്ചേക്കുന്നത്. നോക്കാം എങ്ങോട്ടേക്കാന്ന്. ലോക്കലാണ്, എന്നിരുന്നാലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്, നമുക്കെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ ഒരു ഒല ക്യാബ് ട്രിപ്പ് അടിച്ചെന്ന് പറഞ്ഞില്ലേ, അവരത് ക്യാൻസൽ ചെയ്ത്. സിഗ്നലിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ക്യാൻസൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് എടപ്പള്ളി സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ ഉള്ള മറ്റേ പുതിയതായിട്ട് നിർമ്മിക്കുന്ന സർവീസ് റോട്ടിൽ കയറിയിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയ എന്തിട്ടാണ് നമുക്ക് ഇവിടുന്ന് ടേൺ ചെയ്ത് മെയിൻ റോഡിലേക്ക് കയറാം. ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ എന്തിട്ടാണ്
ഈ ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിൽ കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴി കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇപ്പുറത്തെ സൈഡ് സിഗ്നലിന് മുമ്പുള്ള മറ്റേ സിഗ്നലിന് മുമ്പ് കയറിയിട്ട് ഞാൻ നേരത്തെ നിന്ന സർവീസ് റോഡിൽ കൂടെ എനിക്ക് മറ്റേ കളമശ്ശേരി സൈഡിലേക്ക് പോകാൻ പറ്റും ബ്ലോക്കില്ലാതെ. അപ്പോൾ ഞാൻ യൂബർ ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഓൺ ചെയ്താണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്ത ഇത് ഏതാണെന്ന്. ഓഫ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ നോക്കാം കിട്ടുമില്ലേന്ന്. ഞാൻ പിന്നെ അത് എടുത്തത് ലോക്കലായതുകൊണ്ടാണ്. അത് ചേരാന്നുള്ളൊരു എന്നാണ് കാണിച്ചേക്കുന്നത്. ഒരു കൂടിപ്പോയി 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ, രണ്ടും സർവീസ് റോഡാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 100 രൂപ മിനിമം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത് തന്നെ. അപ്പം നമുക്ക് ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി നോക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരുപാട് നേരം വെയിറ്റിംഗ് ആയി. ഇപ്പോൾ 6:40 ആവാറായി, ട്രിപ്പ് വന്നിട്ടില്ല. 6:15 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹോം ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഹോം ഡെസ്റ്റിനേഷൻ ഓല ക്യാബിൽ എയർപോർട്ട് ഡെസ്റ്റിനേഷനാണ് വെച്ചേക്കണം. കാരണം വെച്ചാൽ അത് മറ്റേ എന്താണ്, അത് ഡയറക്റ്റ് അടിക്കണോണ്ട് നമുക്ക് എയർപോർട്ട് ഡെസ്റ്റിനേഷൻ വെച്ചിരുന്നാലും ഡയറക്റ്റ് അടിക്കത്തുള്ളൂ. മറ്റേ അരികെടുപ്പില്ല നമ്മുടെ യൂബർ പോലെ. യൂബറിൽ എയർപോർട്ട് ഡെസ്റ്റിനേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന വരെയുള്ള എല്ലാ സംവിധാനം എല്ലാ സ്ഥലത്തും ഇറക്കിയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്തിട്ടാണ് ഇപ്പോൾ ചേരാൻ നല്ലൊരു സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഹോം ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട്, ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ പതിയെ നമ്മൾ മൂവിങ് ആവാൻ പോണേണ് വീട്ടിലേക്ക്. കാരണം നല്ല മഴയുണ്ട്, എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇനി ഫ്രഷായിട്ട് വേണം ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങാനായിട്ട്. ഇനി വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ എടുക്കും കേട്ടോ. പോകുന്ന വഴിക്കുള്ള ഹോം ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചേക്കണതുകൊണ്ട് ചെറിയ ട്രിപ്പാണെങ്കിൽ നമ്മൾ എടുക്കും. അത് വേറെ ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത് ഡെസ്റ്റിനേഷൻ വെച്ചേക്കണതുകൊണ്ട് എങ്ങനെയായാലും ആ ഒരു ഏരിയ കാണിച്ചേ എടുക്കത്തുള്ളൂ. ട്രിപ്പ് വന്നാൽ തന്നെ അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ പതിയെ മൂവിങ് ആവണേണ്. അപ്പോൾ ബാക്കി വണ്ടി എന്തിട്ടാണ് മറ്റേ വീട്ടിലെത്തിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. അതായത് ഇരിക്കണത് കൂട്ടുകാരൻ്റെ അച്ഛനാണ് കേട്ടോ. ആൾ നല്ല കമ്പനിയാണ് ഞാനൊക്കെ ആയിട്ട്. ഇപ്പോൾ 2 വർഷത്തോളം, ഏകദേശം 4 വർഷത്തോളം ഇവിടെയാണ് ഇടുന്നത് വണ്ടി. അവർക്കും കുഴപ്പമില്ല. അതുപോലെ തന്നെ വണ്ടി വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് സപ്പോർട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിട്ടാണ് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ചോദിക്കും, അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു ഫേവർ എന്നെ സപ്പോർട്ട് ചെയ്യണ അവർ ചോദിക്കുന്ന സഹായം എന്നെ സപ്പോർട്ട് ചെയ്യണതിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകത്തില്ല. കാരണം വെച്ചാൽ ഒരു 2-3 മാസം കൂടുമ്പോഴായിരിക്കും ഒരു സഹായം ചോദിക്കണവർ. നമ്മളത് മടി കൂടാതെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കണക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ ഏർണിംഗ് വീഡിയോ, മറ്റേ ഇന്നത്തെ വരുമാനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ചാർട്ട്. 99 കിലോമീറ്റർ, 1389, 500 രൂപയ്ക്ക് ഡീസൽ, എക്സ്പെൻസ് 49 + 35 84. ഈ 49 രൂപ എന്ന് പറയുന്നത് യൂബർ ഫീസും 35 രൂപ എൻ്റെ പേഴ്സണൽ മീൻസ് ചായ കടി അങ്ങനെയൊക്കെ ആയിട്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാലൻസ് എല്ലാം കഴിഞ്ഞ് ബാലൻസ് കിട്ടിയേക്കുന്നത് 805. യൂബർ എനിക്ക് തരാനുള്ളത് 163. പിന്നെ ബാക്കി കണക്കുണ്ട്, അത് പിന്നെ ഒഫീഷ്യലാണ് എൻ്റെ.
ഇത് ഈ വരുമാനം മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. കാരണം ചില സമയത്ത് ഇവർ പറ്റിക്കണ ഒരു ഏർപ്പാട് കാണുന്നുണ്ട്. 1-2 രൂപയുടെ വ്യത്യാസം വരും, ചിലപ്പോൾ 10 രൂപ വരെ നീളാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ വരുമാനം എന്തിട്ടാണ് 805 രൂപയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നതിന്. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കിലോമീറ്റർ ബേസിൽ നമുക്ക് ലാഭമാണോന്ന് നോക്കാം. കാരണം വെച്ചാൽ നമുക്ക് ഇത് ഞാൻ നേരത്തെ കണക്കൂട്ടി വെച്ചേക്കുന്നതാണ്. അതായത് 1389/99 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ. അപ്പോൾ 1389 99 ഡിവൈഡ് ചെയ്യുമ്പോൾ 14 രൂപ വെച്ച് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കിലോമീറ്ററിന് നല്ല വാല്യൂ കിട്ടാറുണ്ട്. നല്ല വാല്യൂ കിട്ടിയിട്ടുണ്ട്. കാലി കുറച്ച് ഓടിയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഇടയ്ക്കെടുത്ത 2 പേഴ്സണൽ ട്രിപ്പ് ഇടയ്ക്ക് എടുത്ത 2 ലോക്കൽ ട്രിപ്പ് 2 ഉണ്ടായിരുന്നല്ലോ. ഒരു മറ്റേ 2 കിലോമീറ്ററിൻ്റെ 3 കിലോമീറ്ററിൻ്റെ അങ്ങനെ ചെറിയ 2 ലോക്കൽ ഉണ്ടായിരുന്നു. അത് എന്നുള്ള എന്താണ് ആ ട്രിപ്പ് എടുത്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് ടാലി ആയിട്ട് വന്നേക്കുന്നത്. ഇല്ലെങ്കിൽ എന്തിട്ടാണ് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കിലോമീറ്റർ ബേസ് നഷ്ടത്തിലായിരിക്കാം. മാക്സിമം നമ്മൾ 12 രൂപയെങ്കിലും കിലോമീറ്ററിന് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ ഇത് കഷ്ടിച്ച് ലാഭം എന്ന് പറയാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഈ 14 മേളിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് അടുപ്പിച്ച് ഓട്ടം വന്ന് നമ്മൾ ഹോം ടൗൺ വരെ എത്തണം. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എപ്പോഴും കിട്ടത്തില്ല അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ല രീതിയിൽ ട്രിപ്പ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു, ഞാൻ തന്നെ എന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ. ഈ ഓരോ സ്ഥലം അനുസരിച്ച് ട്രിപ്പിന് വ്യത്യാസം വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഇന്ന് പറവൂർക്ക് കിട്ടിയത് കൊണ്ട് ചെറിയൊരു പണി കിട്ടി, അത്രേ ഉള്ളൂ. ഇപ്പോൾ പക്ഷേ ആ കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങിയത് കൊണ്ട് എനിക്ക് ആലുവയിലേക്ക് ട്രിപ്പ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ വരുമാനം പോലും കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് ആയിട്ട് കാത്തിരിക്കുക. ഡെയിലി വ്ളോഗ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്കറിയാവുന്ന കേസൊക്കെ അത് ചില സമയത്ത് ഉള്ള ഇവരുടെ അപ്ഡേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തിട്ടാണ് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി തുടർന്നുള്ള വീഡിയോകളിൽ പരമാവധി ആ തെറ്റ് പരിഹരിക്കാനും, പിന്നെ അധികം നീട്ടാതെ ഷോർട്ട് വീഡിയോ ലെങ്ത്ത് അധികം കൂട്ടാതെ ചെറിയൊരു വീഡിയോ ആക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം.